ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട ദോശ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചെയ്യാനായിട്ട് ഒരു ദോശ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴേ മുട്ടദോശ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ ദോശ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടദോശ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള അടിപൊളി മുട്ടദോശ റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ മുട്ടദോശയ്ക്ക് സൈഡ് ഡിഷായിട്ട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത പ്ലെയിൻ കുറുമയാണ് ചെയ്തിട്ടുള്ളത്. മുട്ടദോശ സാമ്പാറിനും ചട്നിക്കൊന്നും അത്രയ്ക്ക് മാച്ച് ആവില്ല കേട്ടോ. കുറുമയാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.